നയൻതാരയ്ക്കും നെറ്റ്ഫ്ലിക്സിനും തിരിച്ചടി. ധനുഷ് നൽകിയ പകർപ്പവകാശ ലംഘന കേസ് തള്ളണമെന്ന നെറ്റ്ഫ്ലിക്സിന്റെ ഹർജി തള്ളി. കേസ് നിലനിൽക്കുമെന്ന് മദ്രാസ് ഹൈക്കോടതി അറിയിച്ചു. നെറ്റ്ഫ്ലിക്സ് പുറത്തിറക്കിയ നയൻതാരയുടെ വിവാഹ ഡോക്യുമെന്ററിയായ നയൻതാര ബിയോണ്ട് ദി ഫെയറി ടെയിലിനെതിരെ സിനിമാ നിർമ്മാതാവും നടനുമായ ധനുഷ് രംഗത്തെത്തിയത്. നാനും റൌഡിദാൻ ചിത്രത്തിന്റെ അണിയറ ദൃശ്യങ്ങൾ ചിത്രത്തിന്റെ നിർമ്മാതാവായ തന്റെ അനുമതിയില്ലാതെ ഡോക്യുമെന്ററിയിൽ ഉപയോഗിച്ചതിനെതിരെയായിരുന്നു ധനുഷ് നിയമ നടപടി സ്വീകരിച്ചത്. വസ്ത്രങ്ങളുടെ വരെ പകർപ്പവകാശം തങ്ങൾക്കാണെന്നും നടൻ ധനുഷിന്റെ നിർമ്മാണ സ്ഥാപനമായ വണ്ടർ ബാർ ഫിലിംസ് നേരത്തെ അറിയിച്ചിരുന്നു. ധനുഷിന് വേണ്ടി അഭിഭാഷകൻ PS രാമനാണ് കോടതിയിൽ ഇക്കാര്യം അറിയിച്ചത്. എന്നാൽ ധനുഷിന്റെ ഹർജികൾ പരിഗണിക്കരുതെന്നാവശ്യപ്പെട്ട് നെറ്റ്ഫ്ലിക്സ് ഇന്ത്യ നൽകിയ ഹർജികൾ തീയതി വ്യക്തമാക്കാതെ വിധി പറയാനായി കോടതി മാറ്റിവെക്കുകയായിരുന്നു. ധനുഷിന്റെ ഹർജി മദ്രാസ് ഹൈക്കോടതിയുടെ പരിധിയിൽ വരുന്നതല്ലെന്നായിരുന്നു നെറ്റ്ഫ്ലിക്സിന്റെ വാദം. നാനും റൌഡിദാൻ എന്ന ചിത്രത്തിന്റെ അണിയറ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിയതിന് 10 കോടി രൂപ നഷ്ടപരിഹാരം ധനുഷ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 3 മിനിറ്റ് ദൈർഘ്യമുള്ള ദൃശ്യങ്ങൾക്ക് ഇത്രയും തുക ആവശ്യപ്പെട്ടത് വെളിപ്പെടുത്തി നയൻതാര തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ധനുഷിനെതിരെ പോസ്റ്റുമായി രംഗത്തെത്തിയത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.